ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ നമുക്ക് 500 ഇൻവിറ്റേഷൻ കാർഡിനുള്ള ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങും മേക്കിങ്ങും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി ഞാനിതൊരു ഷോർട്ട്സ് ആക്കിയിട്ട് ഇടാൻ മാത്രമായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ തോന്നി ഇതൊന്ന് ലോങ് വീഡിയോ ആക്കി ട്രൈ ചെയ്താലോ എന്ന്. ഞാനങ്ങനെ ലോങ് വീഡിയോസൊന്നും അധികം ഇട്ടിട്ടില്ല, ഒരു വീഡിയോ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നോക്കി നോക്കാം എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഈ ഒരു ഓർഡർ വന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് ക്രാഫ്റ്റേഴ്സിൻ്റെ ചാനൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഡൗട്ട് ക്ലിയർ ആവും വിധം ഉള്ള വീഡിയോസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ സെയിം സിറ്റുവേഷനിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ചിലപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഹെൽപ്ഫുൾ ആവുമായിരിക്കും. അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനൊന്നും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഷോർട്ട്സ് ആയിട്ട് ഇടാൻ മാത്രം ഞാൻ മാക്സിമം എല്ലാതും കവർ ചെയ്ത് പറയാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും വാട്സപ്പ് നമ്പറും താഴെ കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് അതിലേക്ക് മെസ്സേജ് അയക്കോ, അതല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിച്ചാലും മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ വീഡിയോ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവും എന്നെനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അധികം ലോങ് വീഡിയോസ് ഇട്ടിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ചാർട്ടും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളത് ഫെജി എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അത്യാവശ്യം തിക്നെസ്സുള്ള ചാർട്ടാണ്. 15 റുപ്പീസാണ് ഒരു ചാർട്ടിനായിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 85 ഓർ 86 ചാർട്ട് പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്കോർ ബോർഡ് വെച്ചിട്ട് കാർഡ് മടക്കാനുള്ള ആ ഒരു സംഭവം സ്കോർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. അത് കാരണമാണ് ഇത്ര ഈസി ആയിട്ട് എനിക്ക് മടക്കാൻ പറ്റുന്നത് കേട്ടോ. അത് ഞാനൊരു സെക്കൻഡ് സ്റ്റെപ്പൊക്കെ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. എല്ലാതും ഓരോ സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് കാർഡിൻ്റെ ഇൻവിറ്റേഷൻ കാർഡിൻ്റെ കോർണർ കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ എൻവലപ്പ് കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ട് പിന്നത്തെ സ്റ്റെപ്പായിട്ടാണ് സ്കോർ ചെയ്ത് കൊടുക്കൽ. പിന്നത്തെ സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ കാർഡ് കട്ട് ചെയ്യൽ, അതായത് കോർണർ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അത് ഫസ്റ്റൊക്കെ ഞാൻ ഒരു കാർഡായിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് പെട്ടെന്ന് തീരില്ല, അത്ര ഈസി അല്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ മെല്ലെ 2 കാർഡ് 3 കാർഡൊക്കെ ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്ത് തുടങ്ങി. കാണുന്ന അത്ര ഈസിയൊന്നും അല്ല കേട്ടോ ഈ സൈഡ് പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് ഇത് സൈഡ് പോർഷൻ, എൻവലപ്പിൻ്റെ സൈഡ് പോർഷൻ കട്ട് ചെയ്യുന്നവരുമുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത് കറക്റ്റായിട്ട് കിട്ടും തോന്നില്ല. എല്ലാ എൻവലപ്പും ഒരേപോലെ ആയി എനിക്ക് കിട്ടും തോന്നാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. സൈഡ് പോർഷനിൽ ഇപ്പം നമ്മൾ മടക്കിയ ഭാഗത്തുനിന്ന് 1 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 2 അടിയിലും മേലെയും 1 സെൻറ്റിമീറ്റർ എടുത്തു. പിന്നെ കാർഡിൻ്റെ മിഡിൽ പോർഷനിൽ ഒരു ഡോട്ടും കൂടെ കൊടുത്ത് അങ്ങനെ 2 ഭാഗം കട്ട് ചെയ്തു. അതാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഇൻവിറ്റേഷൻ കാർഡ് ഒരൊറ്റ ഡോട്ട് ഗ്ലൂ കൊടുത്തിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടുള്ള ഒരു കുട്ടി എംബ്ലം പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ എംബ്ലം ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒറ്റ ഷീറ്റായിട്ട് സ്റ്റിക്കർ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സർക്കിളിൽ കട്ട് ചെയ്തെടുക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഈസി അല്ല. അതുപോലെ തന്നെ നമുക്കത് പീൽ ചെയ്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും അത് ഓരോ എംബ്ലം കട്ട് ചെയ്ത് വരുന്ന രീതിയിലുള്ള ടൈപ്പ്, അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഞാൻ രണ്ടാമത് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത്. അതും തൃശ്ശൂരിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇൻവിറ്റേഷൻ കാർഡ് എനിക്ക് ആദ്യമായിട്ട് വന്നതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടാമത് പ്രിൻ്റ് എടുക്കുക, അങ്ങനെ ഓരോരോ ഗുസ്തിയും കാര്യങ്ങളൊക്കെ പിടിച്ച് ഞാൻ അവസാനം ഈ കാർഡ്സ് ഫുള്ള് സെറ്റാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ വീഡിയോ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായി, എത്രമാത്രം കാര്യങ്ങൾ ഞാനിതിൽ പറഞ്ഞു എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിന് മാത്രമുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കാരണമാണ് നിങ്ങൾക്ക് ചില പോർഷൻസ് ചിലത് മനസ്സിലാവാതിരുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ലോങ് വീഡിയോ ആയതുകൊണ്ടും നിങ്ങൾക്ക് മനസ്സിലാവാതായിട്ടുണ്ടാവും.
എന്തായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ എന്തെങ്കിലും പോർഷൻ മനസ്സിലാവാത്തതുണ്ട്, ഇനിയും ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ വേണമെങ്കിൽ വേറൊരു കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ലൈക്ക് വേറെ ഓർഡർ ഒന്നും ഇല്ലെങ്കിലും വേറൊരു കാർഡ് വെച്ചിട്ടോ എങ്ങനെയൊക്കെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുള്ള വീഡിയോസൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ബൈ.